നമസ്കാരം. ഒരു രസകരമായ വാർത്ത അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് പുറത്തു വരുന്നൊരു വാർത്ത. കാരണം ലോകരാഷ്ട്രങ്ങളിൽ നയതന്ത്ര പ്രതിനിധികളൊക്കെ തലതല്ലിച്ചിരിക്കുകയാണ് ഈ വാർത്ത കേട്ടപ്പോൾ മുതൽ എന്നുള്ളതാണ്. ഇതൊരു സംഭവം നടന്നതിന് പിന്നാലെ ആ സംഭവത്തിലേക്ക് ഞാൻ വരാം. ഈ സംഭവം ബന്ധപ്പെട്ട് കിടക്കുന്നത് പാകിസ്ഥാനുമായിട്ടുള്ള ഭാരതത്തിൻ്റെ സിന്ധു നദീജല കരാറുമായിട്ടാണ്. സിന്ധു നദീജല കരാർ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് ഭാരതം താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ്. ആ മരവിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് പാകിസ്ഥാനിൽ ഇന്ത്യ ഒരു 14 ബ്രഹ്മോസ് പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിലേക്കും അവരുടെ പ്രധാന ഭീകരവാദ കേന്ദ്രങ്ങളിലേക്കും വിടുന്നതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങളാണ് പാകിസ്ഥാനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ വലിയ താമസമില്ലാതെ കൊടും വരൾച്ചയും മുഴുപ്പട്ടിണിയും പടരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ നേതാക്കൾ വെടികൊണ്ട പന്നികളെപ്പോലെ ഞങ്ങൾ യുദ്ധം ചെയ്യും, ആണവായുധം പ്രയോഗിക്കുമെന്നൊക്കെ കരഞ്ഞു വിളിച്ച് നടക്കുന്നത് ഈ ജലകരാറിനെ പ്രതി. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു അസ്വസ്ഥത അവരുടെ ഇടയിൽ പടർന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഈ നയതന്ത്ര ബന്ധങ്ങളിൽ ഭാരതത്തെ എപ്പോഴും കവച്ചു വയ്ക്കുന്നു എന്നുള്ളൊരു അവകാശവാദം കുറച്ചൊക്കെ സത്യമാണ്. കാരണം അന്താരാഷ്ട്ര ലോബിയിങ്ങിൽ 2014 വരെയെങ്കിലും ഭാരതത്തെക്കാൾ കാതങ്ങൾ മുന്നിലായിരുന്നു പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെയാണ് UN ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമിതിയിലൊക്കെ അവർക്ക് കയറിപ്പറ്റുവാനായത്. അവർക്കൊരു അപ്രമാദിത്വമുള്ളത്, കുറഞ്ഞ പക്ഷം ഒരു സ്വാധീനമെങ്കിലും ഉള്ളത് അവിടെ. അപ്പോൾ അത്തരത്തിലുള്ള സ്വാധീനങ്ങളൊക്കെ വെച്ച് അന്താരാഷ്ട്ര കോടതിയുടെ മുൻപിലേക്ക് ഈ പ്രശ്നം എത്തിക്കുവാൻ പാകിസ്ഥാൻ ഒരു ശ്രമം നടത്തി. 2 കാര്യങ്ങൾ കൊണ്ട്. ഒന്ന്, അന്താരാഷ്ട്ര കോടതിയിൽ ഈ വിഷയം വാദത്തിന് വന്നു കഴിഞ്ഞാൽ മാനുഷിക പരിഗണന എന്നുള്ള കാര്യം കൊണ്ട് പാകിസ്ഥാൻ്റെ ആവശ്യത്തിനായിരിക്കും ഒരു ബലമുണ്ടാകുക. അതവർക്ക് കൃത്യമായിട്ടറിയാം. തന്നെയുമല്ല, ഈ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവുകയും ചെയ്യും. അതോടുകൂടി ഭാരതം ക്രൂരമായി പാകിസ്ഥാനോട് പെരുമാറുന്നു, ഒരിറ്റ് വെള്ളം കൊടുക്കാതെ ജിഹാദികളെ പീഡിപ്പിച്ച് കൊല്ലുന്നു എന്നുള്ളൊരു ചിത്രം അവർക്ക് പ്രചരിപ്പിക്കുവാൻ സാധിക്കും. ജിഹാദികൾ എന്നുള്ളത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പാവപ്പെട്ട മുസൽമാന്മാർ, മുസ്ലിങ്ങൾ. കണ്ടോ, മോദി മുസ്ലിം വിരോധി ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളൊരു പ്രചരണവും നടത്തുവാനുള്ള അവസരം അവർക്കുണ്ടാകും. എന്തായാലും ഭാരതം അവരുടെ ആ ശ്രമം കണ്ടപ്പോൾ ഊറിച്ചിരിക്കുകയാണ് ചെയ്തത്. തന്നെയുമല്ല, നെതർലാൻഡ്സിലെ ഹേഗ് ആസ്ഥാനമായിട്ടുള്ള പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ PCI, അതാണ് ഈ അന്താരാഷ്ട്ര കോടതിയുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള വിഭാഗം. പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനെ സമീപിച്ച പാകിസ്ഥാൻ ഈ കേസ് തുടരാമെന്ന് തീരുമാനിക്കുകയും കോടതി ആ കേസ് എടുക്കുകയും ചെയ്തു. ഫയലിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞല്ലോ, ഫയലിൽ സ്വീകരിച്ചു. പക്ഷേ ഭാരതം പറഞ്ഞു ഫയലിൽ സ്വീകരിച്ചിട്ടൊന്നും കാര്യമില്ല, ഈ പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു അധികാരവും നിലനിൽക്കുന്നില്ല. കാരണം ശക്തമായിട്ടുള്ള നയതന്ത്ര നിലപാടാണ് പാകിസ്ഥാൻ എടുത്തത് എന്ന് പലരും പറഞ്ഞെങ്കിൽ പോലും ഭാരതം അതിനേക്കാൾ ശക്തമായിട്ടുള്ള നിലപാടാണ് എടുത്തത്. നയതന്ത്ര ബന്ധത്തിലുള്ള നിലപാടൊന്നുമല്ല, കോടതി നടപടികൾ പൂർണ്ണമായിട്ട് നിയമവിരുദ്ധമാണ് എന്ന് ഭാരതം അസന്നിഗ്ധമായി അങ്ങ് പ്രഖ്യാപിച്ചു. എന്ന് മാത്രമല്ല, ഹർജി പൂർണ്ണമായും ബഹിഷ്കരിച്ചു. ഇത്തരത്തിലുള്ള തർക്കങ്ങൾ, ഇത് തർക്കമായിട്ടാണ് ഭാരതം കണ്ടിരിക്കുന്നത്. ഭീകരാക്രമണത്തിലുള്ള മറുപടിയാണ്, എന്നാൽ പോലും തർക്കമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പരാതികളും തർക്കങ്ങളും ഈ കരാർ വ്യവസ്ഥയിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ന്യൂട്രൽ എക്സ്പെർട്ട് ഉണ്ടല്ലോ, നിഷ്പക്ഷ സമിതികൾ, അവരുടെ മുമ്പിലാണ് എത്തേണ്ടതും അവിടെ ചർച്ച ചെയ്തും ഒരു വ്യവഹാരങ്ങൾ നടത്തിയുമാണ് പരിഹരിക്കപ്പെടേണ്ടത് എന്നുള്ള ശക്തമായൊരു നിലപാട് ഭാരതം അങ്ങ് സ്വീകരിച്ചു. എന്ന് മാത്രമല്ല, ഈ ഹർജിയെ പൂർണ്ണമായി ബഹിഷ്കരിച്ച് കോടതി നടപടികളുമായി സഹകരിക്കുന്നില്ല എന്നങ്ങ് തീരുമാനിക്കുകയും ചെയ്തു. അതേ തുടർന്ന് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, ഈ ഹർജിയുമായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ വാദപ്രതിവാദങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടൊരു കാര്യമില്ല. ഏകപക്ഷീയമായിട്ടൊരു തീരുമാനം ഇത്തരം വിഷയങ്ങളിൽ ഈ ആർബിട്രേഷൻ കോടതിക്ക് പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷന് എടുക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഹർജി അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടമുണ്ടായി. ഈ ഹർജി അവസാനിക്കുമ്പോൾ പാകിസ്ഥാന് സംഭവിച്ചൊരു തിരിച്ചടി എന്ന് പറയുന്നത്, ഇത്തരത്തിൽ അവിടെ ഹർജി മുന്നോട്ട് പോയില്ല എന്നുള്ളത് മാത്രമല്ല, ഭാരതത്തിൻ്റേതായിട്ടുള്ളൊരു ഫീസ് കൂടിയുണ്ട്. അതുകൂടി പാകിസ്ഥാൻ കെട്ടിവെക്കേണ്ടി വന്നു. അതും ഏതാണ്ട് 5 കോടി രൂപയോളം വരുന്നു. അത് ആ തുകയുടെ വലിപ്പമല്ല പ്രശ്നം, ഇത്തരത്തിലുള്ളൊരു നാണക്കേട്. അതാണ് ഞാൻ പറഞ്ഞത്, നയതന്ത്ര പ്രതിനിധികൾ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര തലത്തിൽ തന്നെ വലിയൊരു തമാശയായി മാറിയിരിക്കുകയാണ്. ഇക്കാര്യം പറഞ്ഞ് തലതല്ലിച്ചിരിക്കുകയാണ് പല രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ. എന്തായാലും അപമാനം പാകിസ്ഥാനെ സംബന്ധിച്ച് പുതിയൊരു കാര്യമൊന്നും അല്ലെങ്കിൽ പോലും ഇത്തരത്തിലൊരു അപമാനം പാകിസ്ഥാനെ സംബന്ധിച്ച് പുതുമയുള്ളൊരു അപമാനമാണ്. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ, കാരണം ഈ ജലം ഉപയോഗിച്ചുള്ളൊരു യുദ്ധം അല്ലെങ്കിൽ ഒരു രാജ്യതന്ത്രം, രാഷ്ട്രതന്ത്രം ലോകരാഷ്ട്രങ്ങളിൽ പലരും പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര വൃത്തിയോടുകൂടി പ്രയോഗിച്ച് കാണുന്നത്
സമീപകാലത്ത് ആധുനിക കാലത്ത് ഇത് ആദ്യമായിട്ടാണ് എന്നാണ് ഭൗമരാഷ്ട്ര വിദഗ്ധർ പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഈ സിന്ധു നദീജല കരാറിനെ സംബന്ധിച്ച് ഭാരതത്തിൻ്റെ അടുത്ത നീക്കമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. എന്തായാലും പാർലമെൻറ്റ് സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ടേ അതിനെന്തായാലും ഒരു തീരുമാനമുണ്ടാകുകയുള്ളൂ. 20-ാം തീയതി പാർലമെൻറ്റ് വീണ്ടും സമ്മേളിക്കുകയാണ്. അത് കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ ഇതിൻ്റെ അടുത്ത നടപടികളുമായി ഭാരതം മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകളുണ്ട്. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.